Watch full episodes on Jio Hotstar. ഷക്ലീന, നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. നിനക്ക് നിന്റെ ഏട്ടനെ ഇപ്പോഴാണോ ഓർമ്മ വന്നത്? ജെനിയെയും ജോഡിയെയും നീ ഇങ്ങോട്ട് അയച്ചിട്ടേ ഇല്ലല്ലോ. ജെനിയും ജോഡിയും എത്തിക്കഴിഞ്ഞു. ഷേടാ, ഇവരുടെ കളി അല്പം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇവരെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാത്തത്. കുറച്ചു ദിവസമായി നിങ്ങളെ കാണുന്നെന്ന് ഇവര് പറഞ്ഞോണ്ടിരിക്കയാണ്. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. എനിക്ക് വിശക്കുന്നു. ചൂടായ ആഹാരം ഇതാ എത്തിക്കഴിഞ്ഞു. ഞാനിന്ന് സ്പെഷ്യൽ ആയിട്ട് പല ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കും കഴിക്കും കഴിച്ചോണ്ടിരിക്കും. എന്റെ ഈ ഡിഷസ് എല്ലാം രുചിയുള്ളതാണ്. നിക്കവിടെ നിക്കാൻ. നിക്കാനല്ലേ പറഞ്ഞ. ഷാക്കാൽ, ഇതിനൊന്ന് തടഞ്ഞു നിർത്തി എന്നെ ഒന്ന് രക്ഷിക്കേ. കണ്ടില്ലേ എന്റെ കുട്ടികൾ എത്ര സൂപ്പറായിട്ട് മാജിക് ചെയ്യുന്നത്. രുദ്രയ്ക്ക് മുൻപിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ മുൻപിൽ ചെന്ന് ഇവർക്ക് നിൽക്കാൻ പോലും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. സൺ സിറ്റിയുടെ രാജാവ് ജയ്സിംഗ് ചൗഹാന്റെ പേരക്കുട്ടിയാണ് രുദ്ര. അവന്റെ മുൻപിൽ മഹാന്മാരായ മജീഷ്യൻസ് പോലും തോറ്റ് പിൻവാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ജയിക്കാൻ രുദ്രയ്ക്ക് ഒരിക്കലും കഴിയില്ല. വരൂ ജെനി, നമുക്ക് അവനൊന്ന് കണ്ടേക്കാം. രണ്ടിലൊന്നെന്ന് അറിയണമല്ലോ. അതെ കുട്ടികളെ, ചെല്ല്. ഇത് നിങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ജെനി, ജോഡി, വളരെ സൂക്ഷിക്കണം കേട്ടോ. രുദ്ര വളരെ ബ്രില്യന്റ് ആയ മജീഷ്യനാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ അവനെ ഒരു ജോക്കറായിട്ട് മാറ്റും. അത് അവൻ ഒരിക്കലും മറക്കില്ല. ജോഡി, വരെ പോവാം. എന്റെ അമ്മ. ജോഡി, ഇതല്ലേ രുദ്രയുടെ സൺസിറ്റി? ഇപ്പൊ നമുക്ക് ഈ സൺസിറ്റിയുടെ മൊത്ത സന്തോഷവും നശിപ്പിക്കാം. നമുക്ക് തുടങ്ങാം. എന്താ ഇതൊക്കെ? ഭൂതം, ഭൂതം. ഈ ടോമിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ആരെങ്കിലും രക്ഷിക്കണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടി എന്താ അങ്ങനെ കിടന്ന് കറങ്ങുന്നത്? എന്റെ കാറൊരു പാവാണ്. അതെന്തങ്ങനെ പറക്കുന്നേ? ഒന്ന് നിർത്ത. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ജോഡി. ഹലോ ഹലോ രുദ്ര, ഒന്ന് വേഗം വാ. എന്റെ കാറിന് ഇടിക്കാൻ വരിക. എന്റെ കാറ് ഡാൻസർ കാറായി മാറിപ്പോയി. വേഗം ഒന്ന് വന്ന് രക്ഷിക്കേ. ഇതിലും കൂടുതൽ വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ആരാ? ഓഹോ, അവന്റെ ദേഷ്യം കണ്ടില്ലേ? അപ്പൊ നീ ആയിരിക്കും രുദ്ര.
ഇവനാണ് രുദ്ര. ഞങ്ങൾ രണ്ടുപേരും ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ മൈര, ഇവൻ വരുൺ. ഞാനാണ് ജെനി, ഇവൻ എന്റെ അനിയൻ ജോഡി. പിന്നെ ഷാക്കാൽ ഞങ്ങളുടെ അങ്കിൾ ആണ്. നൈസ് ടു മീറ്റ് യു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് വിഷസും പിന്നെ ഒരുപാട് സ്വീറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സ്വീറ്റ്സോ? എവിടെയാ സ്വീറ്റ്സ്? അത് എന്ത് സ്വീറ്റ്സാ? അത് ഗുലാബ് ജാമുൻ ആണോ അല്ലെങ്കിൽ കാജു കത്ലിയാണോ? സ്വീറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ വായിൽ കപ്പലോടുന്നത് കണ്ടില്ലേ? ഇപ്പൊ കണ്ടു ജോഡി. ലെറ്റ്സ് സ്റ്റാർട്ട്. സ്നീഡി സ്പീഡി സ്നാക്കി ചൂ. സ്വീറ്റുകളെല്ലാം പെട്ടെന്ന് വരട്ടെ. എന്റെ സ്വീറ്റ്സ് ഒക്കെ പോകുന്നേ. ആരോ കൊണ്ടുപോകുന്നേ. ഒന്ന് പിടിക്കണേ. കഴിച്ചോ കഴിച്ചോ, ഒരുപാട് കഴിച്ചോ. ഇതുവരെ നീ കഴിച്ചത് ഗുലാബ് ജാമുനും ചംചമുമാണ്. പേട പിന്നെ കാജു കത്ലി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരായാലും ശരി, വേഗം ഈ മാജിക് നടത്ത, അല്ലെങ്കിൽ പ്രശ്നമാവും. രുദ്ര, ഈ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകെയില്ലെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ജന്തർ മന്തർ ജാദു കതന്തർ ചൂ. സോറി രുദ്ര. ഇതാണ് നിങ്ങളുടെ മാജിക്. ഈ ഫീൽഡിൽ നിങ്ങൾ എന്തായാലും വളരെ ജൂനിയർ ആണ്. ഞങ്ങളുടെ മാജിക്കിന് മുമ്പിൽ നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓടരുത് ഓടരുത്, നിക്കവിടെ. ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നേ? പേടിച്ചു പോയോ? ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒന്നിനും വിട്ടേക്കില്ല. രുദ്ര, എന്നെ കൊണ്ടുപോ. എനിക്ക് ഇതിലും വേഗത്തിൽ ഓടാൻ പറ്റില്ല. എനിക്ക് പറക്കാൻ അറിയില്ല. ഇതിലും വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ല. എവിടെയാടാ പോയി പതുങ്ങിയിരിക്കുന്നേ? ഇങ്ങോട്ട് പുറത്ത് വാടാ. നിങ്ങൾ രണ്ടാളെ മത്തങ്ങക്കകത്തിരുത്തി വീട്ടിലേക്ക് പറഞ്ഞയക്കും. മത്തങ്ങയെല്ലാം ഉരുണ്ടോടട്ടെ. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇന്നത്തെ ദിവസം ശരിയല്ലെന്നാ തോന്നുന്നേ. ഓടിക്കോ, രക്ഷിക്കണേ. ഹലോ രുദ്ര, നിനക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിൽ തടഞ്ഞു നിർത്ത. മൈര, വരുൺ, സ്പീഡ് കൂട്ട്, വേഗം. ഓടിക്കോ ഓടിക്കോ, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഏതുപോലെ തന്നെ ഓടിക്കോ. നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ നിനക്ക് ഒരു ചുമരി പോലും തകർക്കാനാവുന്നില്ലല്ലോ. വാട്ട് എ ലൂസർ. പേരൊക്കെ വലിയ പേരാ, പക്ഷെ ആള് ചെറുതും. നിങ്ങളുടെ കളി ഇതോടെ അവസാനിച്ചു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രുദ്ര അതിഭയങ്കരനായ ഒരു മജീഷ്യൻ ആണെന്ന്. അങ്കിൾ, അവൻ ഞങ്ങളെ രഹസ്യമായി മത്തങ്ങയുടെ അകത്താക്കി പറഞ്ഞു. അല്ലേ ജോഡി?
അതെ, അവനൊരു ഫ്രോഡാണ്. ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് അറ്റാക്ക് ചെയ്യില്ലായിരുന്നോ? പ്രശ്നമൊന്നുമില്ല കുട്ടികളെ. ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേർക്കും ഞാനൊരു പുതിയ മാജിക് പഠിപ്പിച്ചു തരാം. നമുക്കൊരു കൈ നോക്കാം. നിങ്ങൾ പറഞ്ഞ ആ രുദ്ര എന്റെ കുട്ടികളെ എങ്ങനെ തോൽപ്പിക്കുന്നു നോക്കാം. അതെ, ഈ പ്രാവശ്യം ഞങ്ങൾ അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അവരെ കളിപ്പിക്കാം. അതെ ജെനി, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരൂ. ജെനി, ജോഡി, സൂക്ഷിക്കണം. രുദ്രയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയാതെ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് കേൾക്ക് ഷക്കാൽ. രുദ്രയെ പിടിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ഇമ്പോസിബിൾ അല്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ എന്റെ കുട്ടികൾക്ക് അത്ര നല്ല മാജിക് ആയിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, രുദ്ര പോലും അത് എപ്പോഴും ഓർമ്മിക്കും. നിങ്ങൾ അവരെ ഓടിച്ച് പറഞ്ഞയച്ചല്ലേ, പക്ഷേ സൂക്ഷിക്കണം. അവരെല്ലാരും ഷാക്കാലിന്റെ ഫാമിലിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. മുത്തശ്ശ, അവർ രണ്ടുപേരും റോട്ടിൽ വെച്ച് അവരുടെ മാജിക് പവേഴ്സ് മിസ്യൂസ് ചെയ്തിരിക്കുന്നു. അവരുണ്ടാക്കിയ വോൾ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന മാജിക് എനിക്കും പഠിപ്പിച്ചു തരാം മുത്തശ്ശ. ഓക്കെ രുദ്ര, ഏതൊരു സാധനത്തിന്റെയും എലിവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഞങ്ങൾക്കും പഠിക്കണം. ഇബൈസ്ക സിബൈസ്ക സകൂം ഇമേജ് ക്രിയേറ്റോ. വാവ്, കൊള്ളാം മുത്തശ്ശ. കുട്ട വരുൺ, അത് മാജിക്കൽ വാളാണ്, റിയൽ വാളല്ല. രുദ്ര, ഈ മാജിക് ചെയ്തത് അത്ര ഈസിയായ കാര്യമല്ല. കാണാൻ അത് എളുപ്പമായിരിക്കും. ആദ്യം നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആക്ക്, എന്നിട്ട് ഞാൻ പറയുന്നത് ചെയ്യേ. എന്നിട്ട് ആ മന്ത്രം ചൊല്ല്. പിന്നെ ഫോക്കസും ബിലീഫും അത് മറക്കരുത്. ഫുൾ ആൻഡ് ഫുൾ ഫോക്കസ്. അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കേ. ഓ, നമുക്കും ഇതൊക്കെ കണ്ട് പഠിച്ചേക്കാം. ഇതെന്തായാലും വളരെ ഈസിയായ മാജിക് എന്നാ തോന്നുന്നേ. ഒരു ടൈഗറിന്റെ ഇമേജ് പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും പേടിപ്പിച്ച് കളയാം. നല്ല രസമായിരിക്കും. ടൈഗർ പ്രസന്റ്. മുത്തശ്ശ, അവിടെ നോക്കൂ, ടൈഗർ. അല്ല, നിങ്ങൾ പേടിച്ചു പോയല്ലേ? എന്തായാലും പേടിക്കണ്ട. ഇത് ടൈഗറിന്റെ വെറും ഇമേജ് ആണ്. ഇത് ഒറിജിനൽ ടൈഗർ അല്ല. ഇപ്പൊ നോക്കിക്കോ, എന്റെ കൈകൾ ഇവന്റെ അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നതായിരിക്കും. രക്ഷിക്കണേ മുത്തശ്ശ. സോറി. ഇതെങ്ങനെയാണ് ഒറിജിനലായി മാറിയേ? രംഗീല, നീ എന്തിനാണ് മന്ത്രങ്ങൾ ഇങ്ങനെ തലകീഴായി പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത്? എല്ലാവരും വീണ്ടും ഒരു പ്രാവശ്യം ട്രൈ ചെയ്, ഞാനത് നോക്കട്ടെ. ഇത് സംഗതി പ്രശ്നമായല്ലോ. ഒരു പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. വീട്ടിൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഹലോ ഗൈസ്, സോറി. ഇന്നലെ ഞങ്ങൾ വലിയൊരു തെറ്റാ ചെയ്തത്. അതിന് സോറി ചോദിക്കാനാ ഇപ്പൊ വന്നത്. പക്ഷെ നീ ഇന്ന് തനിച്ചാണല്ലോ വന്നിരിക്കുന്നത്. നിന്റെ ബ്രദർ ജോഡി എവിടെയാ? അവൻ തെറ്റ് തിരുത്തിക്കൊണ്ടിരിക്കുക. സ്നീഡി സ്പീഡി സ്നേക്കി ചൂ. നീ സോറി പറയാനല്ലേ വന്നത്? പിന്നെ എന്താ ഇതൊക്കെ? ഓ അതോ, ഇന്നലെ ഞങ്ങൾക്ക് ശരിക്കും നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതിനു വേണ്ടിയാ സോറി പറഞ്ഞത്. ആ വിഷമം ഇപ്പൊ മാറ്റി തരാം. നിങ്ങൾ ഞങ്ങൾ ഷക്കാൽ അങ്കിളുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാണ്. അത് മാജിക്കൽ പവർ വർക്കാകാത്ത നെറ്റാണ്. അതിനകത്ത് നിന്റെ ഒരു മാജിക്കൽ പവറും വർക്ക് ആകില്ല. വാ, എന്റെ അമ്മാവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. മാജിക്കൽ പവേഴ്സ് മാജിക്കൽ നെറ്റിൽ വർക്ക് ആവില്ലെന്നോ? വേഗം പുറത്തേക്ക് ചെന്ന് ആ നെറ്റ് കട്ടാക്ക്.
ശരി മാജിക്കൽ എസ്കേപ്പ് ആണല്ലേ, പിടിക്കാവൂ വരെ. രുദ്ര അവര് മാജിക്കൽ ടണൽ വഴി എസ്കേപ്പ് ആവാൻ നോക്കാണ്. Ibaiska Sakum Blasto! നമ്മളിപ്പോ ഷാക്കാലിന്റെ പാലസിലേക്ക് വന്നിരിക്കുന്നത്. ശരിയാ പറഞ്ഞത് വരുൺ. നീ എന്താ വിചാരിച്ചേ? ഞങ്ങൾ പേടിച്ചോടാന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി. ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. ഷാക്കാൽ അങ്കിൾ, ദാ നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞ രുദ്ര. ഇപ്പൊ പറയൂ, ഇവിടെ വലിയ മെജിഷ്യൻ ആരാ? കലക്കി, അടിപൊളി. നിന്റെ കുട്ടികൾ ഇന്ന് വലിയൊരു സാഹസമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വരെ എനിക്ക് പോലും ഇതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തോടെ രുദ്രയുടെ കഥ ഇവിടെ വെച്ച് ഈ കാൾ സിറ്റിയിൽ വെച്ച് അവസാനിക്കാൻ പോവുകയാണ്. രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇന്ന് നമുക്ക് രണ്ടിലൊന്ന് നോക്കാം, ആരാണ് ശക്തിശാലി എന്ന് നോക്കാം. ഫൈറ്റ് ഒക്കെ ഇതോടെ കഴിഞ്ഞു. ഇപ്പൊ നിന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുള്ള സമയമാണിത്. ഷാക്കാൽ, ഇത് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവര് തന്നെ സോൾവ് ചെയ്യട്ടെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരിട്ട് വരും. ജയ്സിംഗ് ചൗഹാൻ, മിണ്ടിപ്പോകരുത്. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവാണ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷക്കാൽ. ഷാക്കാൽ, നിന്നെ കണ്ട് നിന്റെ ഗോഗ പോലും പേടിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ പേടിക്കും. രുദ്ര, കാണിച്ചു കൊടുക്ക്. സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്ക്. എപ്പോഴും ജയിക്കാൻ പോകുന്നത് സത്യമായിരിക്കും. എപ്പോഴും വിജയിക്കുന്നത് സത്യം തന്നെ ആയിരിക്കും. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ശരിയാവില്ല. Come on, attack. ജന്തർ മന്തർ കൈക്കലന്തർ ചൂ. മൈര പ്ലീസ്, നീ ആരും സഹായിക്കരുത്. മൈര, വരുൺ. രുദ്ര, ഇപ്പൊ നീ എന്ത് ചെയ്യും? ഞങ്ങളെ ജയിക്കുന്നത് അത്ര ഈസിയായ കാര്യമല്ല. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോ. വരാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യും പറ. നിന്റെ അറ്റാക്ക് നിനക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. നേരിട്ട് വാ. മമ്മി, ഞങ്ങളെ രക്ഷിക്ക്. അവൻ ചീറ്റിംഗ് ആണ് ചെയ്യുന്നത്. രുദ്ര, സ്നീഡി, സ്പൈഡി. ഷക്ലീന, ചില സമയം തോറ്റ് പിന്മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇത് കുട്ടികളുടെ വഴക്കാണ്. അത് തീർന്നു കഴിഞ്ഞു. വീണ്ടും അത് വലിച്ചു നീട്ടരുത്. നീ നിന്റെ കുട്ടികളെയും നിന്നെപ്പോലെ വളർത്തിയിരിക്കുകയാണ്. സ്നേഹവും ഫ്രണ്ട്ഷിപ്പും പഠിപ്പിച്ചു കൊടുക്കാതെ വെറുപ്പും ചീറ്റിങ്ങുമാണ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. നീ ഏതു തരം അമ്മയാണ്? വരൂ രുദ്ര, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ വളരെ വലിയ മജീഷ്യനാണെന്ന് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്.
താങ്ക് യു മുത്തശ്ശ. ഓക്കെ ജെനി ജോഡി, പിന്നെ കാണാം. ബൈ ബൈ. അവനെന്താ പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് പോയത്? ഞങ്ങൾക്ക് അവനെ വീണ്ടും കാണണ്ട. കുട്ടികളെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മുത്തശ്ശ, ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. പക്ഷെ കണ്ടില്ലേ, രുദ്ര എവിടെ പോയി ഒളിച്ചിരിക്കുന്നെന്ന് അറിയുന്നില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. ഉം. മൈര, വരുൺ, രുദ്രയെ തേടി കണ്ടുപിടിക്കുന്നത് വളരെ ഈസിയാണ്. അണ്ണാന്മാർ എവിടെയുണ്ടോ രുദ്രയും അവിടെ തന്നെ ഉണ്ടാവും. പറ്റില്ല. രുദ്ര, പുറത്തേക്ക് വാ. ഞാൻ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവാ. അമ്യൂസ്മെന്റ് പാർക്കോ? വൗ. മുത്തശ്ശ, ഞാനും കൂടെ വരാം. അതെ മുത്തശ്ശ, ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവോ? നമ്മൾ അവിടേക്ക് പോയിട്ട് എത്ര കാലായെന്നറിയോ? കുട്ടികളെ, ആരും വിഷമിക്കണ്ട. ഞാൻ നിങ്ങളെയും അങ്ങോട്ട് കൊണ്ടുപോകാനിരിക്കുക. പക്ഷെ ഇന്നല്ല, ഞാനൊരു ജോലിക്കാര്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. എന്നാ ശരി മുത്തശ്ശ, ഞങ്ങൾ എല്ലാവരും നെക്സ്റ്റ് ടൈം വന്നേക്കാം. മുത്തശ്ശൻ പോയിട്ട് വരൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുത്തശ്ശൻ വിഷമിക്കണ്ട. രുദ്ര, എനിക്കറിയാം നീ ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ വിട്ടുചെല്ലാം. അത് കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടാകും. ഞാൻ ഇവിടെ ഇല്ലെന്ന് ആർക്കും സംശയം വരില്ല. ഞാൻ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കേ? എന്ത് ഗാർഡനിങ് ചെയ്തോണ്ടിരിക്കണമെന്നോ? പക്ഷെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? രുദ്ര, ഞാൻ ഇവിടെയുണ്ട്. ആ, ആ. അവിടെ നിൽക്കുന്നത് എന്റെ ഒരു ഇമേജ് ആണ്. ഓ വൗ മുത്തശ്ശ, അമേസിംഗ്. പ്ലീസ് മുത്തശ്ശ, എനിക്കിത് പഠിപ്പിച്ചു തരോ? ഈ ഡമ്മി ഇമേജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ശരി, ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോക്കസ് ആൻഡ് ബിലീവ്. ഇബൈസ്കാ സിബൈസ്കാ റെപ്ലിക്കോ. ഈ മന്ത്രം വളരെ ഈസിയാണല്ലോ. ഞാനും എന്റെ റെപ്ലിക്കയെ റെഡിയാക്കിയേക്കാം. എല്ലാരും എന്റെ റെപ്ലിക്കയെ കണ്ട് ഞാനാണെന്ന് വിചാരിക്കും. ഞാൻ എന്തുമാത്രം ജോലിയാ ചെയ്തെന്ന് വിചാരിക്കും. ഞാൻ ആരും അറിയാതെ നന്നായി വിശ്രമിക്കും. എനിക്ക് കിട്ടേണ്ടത് കിട്ടിപ്പോയി. എബൈസ്കാ സിബൈസ്കാ സക്കുംബ്ര റിപ്ലാക്കോ. മുത്തശ്ശ, മുത്തശ്ശ, രുദ്ര, ഞാൻ എങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് വന്ന് ചേർന്നത്? മുത്തശ്ശ, എന്നെ ഒന്ന് രക്ഷിക്ക. മുത്തശ്ശ. ഈ റംഗീല എവിടെ നിന്നാണ് ബഹളം ഉണ്ടാക്കുന്നത്? അവനിവിടെ ഗാർഡനിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ആരാണ് വിളിച്ചത്? മുത്തശ്ശ, ഞാനാണ് ഇവിടുന്ന് വിളിക്കുന്നത്. രംഗീല, നിങ്ങൾ പറഞ്ഞ മന്ത്രം ഞാൻ തെറ്റായിട്ട് പറഞ്ഞെന്നാ തോന്നുന്നേ. ഒറിജിനൽ രംഗീല ഞാൻ ഇവിടെയാണ്. അവിടെ നിങ്ങൾ കാണുന്നത് എന്റെ ഇമേജ് ആണ്. അവിടെ എന്ന് വെച്ചാ എവിടെയാ? ഈ റംഗീല എന്ത് ഭ്രാന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇബൈസ്കാ സിബൈസ്കാ റെപ്ലിക്കോ ഫിനിഷ്. വെള്ളം, വെള്ളം. മുത്തശ്ശ, മുത്തശ്ശ, എന്റെ ഇമേജ് എങ്ങോട്ടാ പോയേ? ഈ നിൽക്കുന്ന ഞാൻ ഒറിജിനലാണോ അതോ ഡമ്മിയാണോ? പറയൂ മുത്തശ്ശ. റംഗീല, ഒന്ന് സമാധാനിക്ക്. നിന്റെ ഇമേജ് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഫോക്കസ് ആൻഡ് ബിലീവ്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചിരിക്കണം. ഞാൻ ഇറങ്ങുകയാണ്. വൈകുന്നേരത്തിന് മുൻപ് ഞാൻ തിരിച്ചെത്തും. ബൈ മുത്തശ്ശ. വരും, നമുക്ക് കളിക്കാം. അങ്ങനെയാണല്ലേ. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ രുദ്ര കൊട്ടാരത്തിൽ തനിച്ചാണോ? അതിനർത്ഥം ഇപ്പോൾ പോയാൽ രുദ്രയെ നമുക്ക് പിടിക്കാം.
ഒരു പ്രാവശ്യം നമ്മൾ അവനെ പിടിച്ചു കഴിഞ്ഞാൽ ജയസിംഗ് ചൗഹാൻ അവനെ തിരിച്ചു കിട്ടാൻ എന്തും ചെയ്യാൻ തയ്യാറാകും. പറയാൻ പറ്റില്ല, ചിലപ്പോ സൺസെറ്റ് തന്നെ എഴുതി തന്നാലോ. സപ്പോള വെറുതെ മണ്ടത്തരമായ ഐഡിയ ഒന്നും പറയണ്ട. ഷക്കാൽ, ഞാൻ പറയുന്നത് കേക്ക്. വേണമെങ്കിൽ നിങ്ങൾ ചെന്ന് രുദ്രയെ പിടിച്ചോളൂ. രുദ്രയെ കൈ കെട്ടിക്കഴിഞ്ഞാ കൊട്ടാരം നിങ്ങൾക്ക് സ്വന്തം, സൺ സിറ്റിയും നിങ്ങളുടേതാകും. ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും വെറുതെ വഴക്കുണ്ടാക്കണ്ട. അതാരുടെ ഐഡിയ ആണെങ്കിലും ശരി, സൂപ്പർ ഐഡിയയാണ്. ജയ്സിംഗ് ചൗഹാൻ, ഇനി ആ സൺ സിറ്റി എനിക്ക് സ്വന്തമാകും. Akira, Sakira, Illusion, Rireto. ജയ്സിംഗ് ചൗഹാൻ, നീ ഇവിടെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ മതി. നിന്റെ കൊട്ടാരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഒരു ഇൻഫർമേഷനും നിനക്ക് ലഭിക്കുകയില്ല. ഷക്കാലിന്റെ മായാജാല ശക്തിയാണിത്. ഇനി ആർക്കും എന്റെ കയ്യിൽ നിന്നും രുദ്രയെ രക്ഷിക്കുവാനാകില്ല. ഷക്കാലിന്റെ കളി ഇപ്പോൾ മറ്റുള്ളവർ കാണാൻ പോകുന്നേയുള്ളൂ. അക്കീറ, സക്കീറ, മാഡം ക്രിയേറ്റോ. സൺസിറ്റി, എത്രയും പെട്ടെന്ന് ഞാനായിരിക്കും നിങ്ങളുടെ കിങ് ആകാൻ പോകുന്നത്. ഞാനാണ് ഷക്കാൽ. ഷക്കാൽ. മാജിക് പഠിക്കാതെ വിടില്ല. നീ അത് മറന്നേക്ക്. നീ അത് പഠിച്ച് എന്ത് ചെയ്യാൻ പോവാ? നിന്റെ മാജിക് ഒക്കെ ഉൾട്ടയായിട്ടാണല്ലോ വർക്ക് ആവുന്നത്. നിനക്ക് സുഖമാണോ രുദ്ര? ഷക്കാൽ, നീ? അതെ, ഞാൻ തന്നെയാണ്. കുട്ടികൾ ഇവിടെ ആനന്ദമായിട്ട് കളിക്കുകയാണല്ലേ. മുത്തച്ഛൻ ഇവിടെ ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ചെയ്തോളൂ, ചെയ്തോളൂ. എന്താ ഇത്? എന്തോ ഒരു തെറ്റ് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നല്ലോ. പക്ഷെ എല്ലാം നോർമൽ ആണല്ലോ. എല്ലാം ശരിയാണല്ലോ. മാജിക്, ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. കണ്ടില്ലേ, നിന്റെ അപ്പൂപ്പന്റെ ഡമ്മി ഇമേജ്. അത് വെച്ച് ഈ ഷക്കാലിനെ പറ്റിക്കാൻ പറ്റില്ല. ഷക്കാൽ, ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശനെ വിളിക്കാൻ പോവാ. മുത്തശ്ശ, മുത്തശ്ശ, വേഗം വരൂ. ഷക്കാൽ കൊട്ടാരത്തെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്തായി നടക്കുന്നത്? മൈര, വരുൺ, എന്റെ വോയിസ് പുറത്തേക്ക് പോകുന്നില്ലെന്ന് തോന്നുന്നു. നീ വലിയ സ്മാർട്ട് ആണല്ലേ. നിന്റെ വോയിസ് ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നില്ല. നിങ്ങൾ ആരുടെ വോയിസും ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയില്ല. നീ നിന്റെ അപ്പൂപ്പനെ വിളിക്ക. വിളിക്ക. ഇവിടെ നിന്ന് ആർക്കും പുറത്തേക്ക് പോവാൻ പറ്റില്ല. അതുപോലെ നിന്റെ അപ്പൂപ്പന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഷക്കാലിന്റെ മായാജാല തന്ത്രമാണിത്. ഇനി ആർക്കും എന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഈ കൊട്ടാരം ഞാൻ സ്വന്തമാക്കും. എല്ലാം എന്റെ കാൽ കീഴിലായിരിക്കും. മാറി നിൽക്ക. രുദ്ര ഇവിടെ ഉള്ളപ്പോ നിനക്ക് കൊട്ടാരത്തിനകത്ത് കാല് വെക്കാൻ പറ്റില്ല ഷക്കാൽ. നീ എന്നെ തടഞ്ഞു നിർത്തുമോ? കൊള്ളാം. നോക്കട്ടെ, പറ്റുമെങ്കിൽ തടഞ്ഞു നിർത്ത. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സെയും ഒരിക്കലും സംശയിക്കരുത്. ഷക്കാലിനോടാണോടാ നിന്റെ കളി രുദ്ര? ഇന്നാ പിടിച്ചോ.
നീ എന്റെ ബോസ് വീണത് കണ്ട് ചിരിക്കാണല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടൂല. നീ എന്നെ വിട്ടാലും വിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. വാടാ, വാ, ഓടി വാ. Zibaisko, choo! ഇതെന്തിനാ എന്റെ പുറകെ വരുന്നത്? ഷക്കാലിനെ അടിക്കേണ്ടത് എന്നെയല്ല. മൈര, നീ എന്തിനാ മാജിക് ഒക്കെ ചെയ്യുന്നത്? സോറി. മോനെ, വേഗം കൊട്ടാരത്തിൽ ചെന്ന് ആ ഗേറ്റ് ലോക്ക് ചെയ്തേക്ക്. ഈ ഷാക്കാലിന് ഞാൻ നോക്കിക്കോളാം. രുദ്രാദി, വേഗം ചെല്ലേ. ഒരു പ്രാവശ്യം കൊട്ടാരത്തിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പനല്ലാതെ വേറെ ആർക്കും അത് തുറക്കാൻ കഴിയില്ല. നീ വേഗം ചെല്ലേ. ഇല്ല, നിങ്ങളെ തളിച്ചാക്കിട്ട് ഞാൻ പോവില്ല. കൊട്ടാരം സംരക്ഷിക്കണമെന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പേടിച്ച് ഓടില്ല. പറഞ്ഞാ മനസ്സിലാക്ക്. ഇപ്പോൾ ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. അപ്പൂപ്പന് ശേഷം വയസ്സിൽ മൂത്തയാള് ഞാനാണ്. നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വേഗം അകത്തേക്ക് ചെല്ലേ. ഓ ശരി, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പോവാം. മരോ, വരുൺ, വേഗം കൊട്ടാരത്തിനകത്തേക്ക് പോ. രുദ്രാ! വേഗം കൊട്ടാരത്തിന്റെ വാതിലടയ്ക്കണം. ഞാൻ മാജിക്, മായാജാലത്തിന്റെ രാജാവാണ്. എന്നെ കണ്ട് പേടിക്കുക. ഞാൻ ഷക്കാൽ. ഇതെന്താ, കൊട്ടാരമാണോ അതോ സ്വർഗമാണോ? എത്ര അതിസുന്ദരമായ കൊട്ടാരം! ഇന്നു മുതൽ ഈ കൊട്ടാരം ഷക്കാലിന് സ്വന്തമാകാൻ പോവുകയാണ്. ഈ ഷക്കാലിന് സ്വന്തമാവുകയാണ്. ഷക്കാൽ, പകൽ സമയത്ത് സ്വപ്നം കാണുന്നത് വിട്ടേക്ക്. ഈ കൊട്ടാരം നിനക്ക് ഒരിക്കലും സ്വന്തമാവില്ല. ഇബൈസ്കാ, സിബൈസ്കാ, സകൂം, പുഷ്ടൂം. ഓ, എവിടേക്ക് പോയി? അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ ഓ ഓ ഓ. രുദ്ര! ഷാക്കാലായാലും വേറെ ആരായാലും ശരി, എന്റെ കിച്ചണിൽ വഴക്കുണ്ടാക്കരുത്. ഇബൈസ്കാ, സിബൈസ്കാ, ചൂർ. എന്റെ അമ്മോ,
ഇങ്ങനെ എന്റെ തലമണ്ടക്കിട്ട് എറിയല്ലേ. എന്നെ ഒന്ന് വിട്ടേക്ക. എന്നെ കൊല്ലല്ലേ, ഞാനൊരു പാവാണ്. ആരെങ്കിലും ഞാൻ ഇന്ന് വക വരുത്തും. രുദ്ര, നീ എവിടെ പോയി പതുങ്ങിയാലും ശരി, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മര്യാദയ്ക്ക് പുറത്തേക്ക് വന്നേക്ക്. Focus, unbelieve. Ibaiska, Zibaiska, Sakum, Replico! ഒരുപാട് രുദ്ര നിൽക്കുന്നല്ലോ. അകീറ, സകീറ. രുദ്ര, ഈ ഷക്കാലിന് നിനക്ക് ഇങ്ങനെയൊന്നും കൺഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ പറ്റിയത് ഷക്കാൽ? പേടിച്ചു പോയോ? മായാജാലം ചെയ്യാൻ നിനക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിച്ചോ? രുദ്ര ഇവിടെ ഉള്ളത് വരെ നിനക്ക് ഒരിക്കലും ഈ കൊട്ടാരം സ്വന്തമാക്കാൻ കഴിയില്ല. നമ്മൾ രുദ്രയെ സഹായിക്കണം. നീ ഒന്നും ചെയ്യണ്ട, ഞാൻ തനിച്ചു പോയി രുദ്രയെ സഹായിച്ചോളാം. ഐഡിയ. Ibaiska, Zibaiska, choom! Ibaiska, Zibaiska. Mayra, നീ എന്തിനാ മാജിക് ചെയ്തത്? രംഗിലേന് തന്നത്. ഇതൊന്ന് പിടിക്ക്. ഈ ഷാക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഷാക്കാൽ തന്നെ മായാജാൽ ഇല്യൂഷൻ കൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ള മൃഗങ്ങളിൽ അവന്റെ മായാജാലം ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. അത് ഞാൻ എന്താണ് ആദ്യം മനസ്സിലാക്കാഞ്ഞത്? യൂണിക്കോൺ, വേഗം എന്നെ പുറത്തേക്ക് കൊണ്ടുപോ.
എത്ര രുദ്രയാണ് നിൽക്കുന്നത്? Akira! Shakira! രുദ്ര, ഞങ്ങൾ നിന്നെ സഹായിക്കാൻ എത്തിക്കഴിഞ്ഞു. Ibaiska, boom, chick chick boom. ഷാക്കാൽ, നീ രുദ്രയെ അറ്റാക്ക് ചെയ്ത് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. രുദ്ര വെറും എന്റെ പേരക്കുട്ടിയല്ല, എന്റെ അഭിമാനമാണ്. ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഷാക്കാൽ. ഷക്കാലിനെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജയ്സിൻ ചൗഹാൻ. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. മുത്തശ്ശ, സബാഷ് രുദ്ര. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നീ ഇവിടെയുള്ളവരെ മാത്രമല്ല നമ്മുടെ കൊട്ടാരത്തെയും സംരക്ഷിച്ചിരിക്കുകയാണ്. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കണം: ഫോക്കസ് ആൻഡ് ബിലീവ്. ഇന്ന് ഞാൻ ഓരോ പൂ തെരഞ്ഞെടുത്ത് മുത്തശ്ശന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക. അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുമ്പോ ഇതിന്റെ സുഗന്ധം കൊണ്ട് മതിമറന്ന് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും സുഗന്ധമുള്ള പുഷ്പങ്ങൾ വേറെ എവിടെ തേടിയാലും കിട്ടില്ല. ഇതെന്താ വല്ലാത്തൊരു ശബ്ദം? ഞാൻ ഇന്ന് കുറച്ച് ആഹാരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പിന്നെന്താ? ഈ ശബ്ദം എന്റെ വയറിൽ നിന്നല്ല, വേറെ എവിടെ നിന്നാ വരുന്നേ? എന്റെ ദൈവമേ, ഞാൻ കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നേ. ആ അഗ്നിപർവ്വതം ഇപ്പൊ പൊട്ടിത്തെറിക്കുമല്ലോ. വേണ്ട. ഹലോ, ഞാനാണ് മജീഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനിപ്പോൾ വളരെ ദുഃഖത്തിലാണ്. നമുക്കൊരല്പം കളിച്ചാലോ? നീ കളിച്ചോ? വേണ്ടെന്ന് എനിക്ക് നിന്നോട് അങ്ങനെ പറയാൻ പറ്റും. താങ്ക് യു. ഇതെങ്ങനെയുണ്ട്? ഈ കളി നല്ല രസമായിട്ടില്ലേ? എന്ത് നന്നായിരുന്നെന്നോ? എന്റെ പരിപ്പ് ഇളകി പോയിരിക്കാ ഇപ്പോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. ഞാനിപ്പോൾ എന്റെ കളി തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ അവൻ ഓടിപ്പോയി. എന്നാ ശരി, അവനെ അങ്ങ് ഫോളോ ചെയ്തേക്കാം.
നീ ആരാണ്? ഞാനാണ് മജിഷ്യൻ ജ്വാലാമുഖി. പക്ഷേ ഞാനിപ്പോൾ ഒരല്പം ദുഃഖത്തിലാണ്. നമ്മളൊരല്പം കളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ആ, കളിച്ചോ, ചെയ്തോ. താങ്ക് യു. പ്രശ്നം എന്താ അങ്കിൾ? എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലാം കത്തിച്ചു കളയുന്നത്? എന്റെ പേര് മജിഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനൊരല്പം ദുഃഖത്തിലാണ്. ഞാൻ വെറുതെ ഒന്ന് കളിച്ചു നോക്കിയതാണ്. ഞാൻ ഇതുപോലത്തെ കുട്ടി കുറുമ്പുകളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ താനെ കത്തിച്ചാമ്പലാകും. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? നിനക്കത് കാണണോ? എന്നാ കണ്ടോ. എന്റെ അമ്മേ, എന്താ ഈ കാണുന്നത്? വീണ്ടും തീ വന്നോ? എന്റെ പൊന്നു മജീഷ്യൻ ചേട്ടാ, നിങ്ങൾ മുമ്പ് എന്റെ അടുത്ത് ഒരു പ്രാവശ്യം കളിച്ചതല്ലേ? ദേവി ഇത് എന്നെ ഒന്ന് വിട്ടേക്ക്. ഇത് കൊള്ളാലോ. ചെല്ല്, വേറെ എവിടെയെങ്കിലും ചെന്ന് കളിക്ക്. പക്ഷേ എന്നോട് വെറുതെ കളിക്കാൻ വരരുത്. എന്നെ തോൽപ്പിക്കാൻ ഇവിടെയുള്ള ആർക്കും സാധിക്കില്ല. മജിഷ്യൻ ജ്വാലാമുഖി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സെയും ഒരിക്കലും സംശയിക്കരുത്. നീ ഒരു ചെറിയ ചെക്കനാണെന്നാ ഞാൻ കരുതിയത്. നിനക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്നാ ശരി, ഐ ആം റെഡി. നിങ്ങളിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. മജീഷ്യൻ ജ്വാലാമുഖി, നിന്റെ കളി ഇവിടെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ജയ്സിംഗ് ചൗഹാൻ തന്റെ ഈ സിറ്റിയുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുകയാണെന്ന് ഓർക്കണം. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ വെറുതെ കുറച്ചു നേരം കളിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് ഞാൻ ഒരിക്കലും മറക്കില്ല. സോറി പറയ, വേഗം പറഞ്ഞേക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ നിന്നോട് സോറി പറയണോ? സോറി പറയേണ്ടത് ഞാനല്ല, നീയാണ്. മര്യാദയ്ക്ക് നീ സോറി പറഞ്ഞേക്ക്. എന്നിട്ട് ഇവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? നിന്നോട് ഞാൻ സോറി പറയണമെന്നോ? ഈ മജീഷ്യൻ ജ്വാലാമുഖി സോറി പറയണമെന്നോ? നിങ്ങൾ എന്തായി ചെയ്തത്? ഇബൈസ്ക സഖൂം ഫ്രീസോ. വേണ്ട. മജീഷ്യൻ ജ്വാലാമുഖി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ജയ്സിംഗ് ചൗഹാൻ ഇവിടെ ഉള്ളതുവരെ സൺസിറ്റി ഉള്ള സ്ഥലത്തേക്ക് നീ തിരിഞ്ഞു പോലും നോക്കരുത്.
ജയ്സിംഗ് ചൗഹാൻ, നീ ഈ സൺസിറ്റിയിലുള്ളത് വരെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കുട്ടികളെ ഇത് കണ്ടോ? രംഗീലയുടെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഫ്രഷായ ജ്യൂസാണ്. താങ്ക് യു. രുദ്ര, നീ എൻ്റെ അഭിമാനമാണ്. ഇന്ന് നീ വളരെ ധീരതയോടെ ആ മെജീഷ്യനെ എതിർക്കുന്ന കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു മുത്തശ്ശ. എനിക്ക് തോന്നുന്നത് ആ ജ്വാലാമുഖിയുടെ ശരീരം ഒരു ഫയർ ബോളെ പോലെയാണെന്നോ. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു പക്ഷെ അയാൾ വീണ്ടും വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാ അയാളെ കൺട്രോൾ ചെയ്യാ? രുദ്ര, ആദ്യം നീ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിനെ നീ കൺട്രോൾ ചെയ്യണം. ഒരു പ്രാവശ്യം നീ അത് പഠിച്ചു കഴിഞ്ഞാൽ മജീഷ്യൻ ജ്വാലാമുഖിയെ പെട്ടെന്ന് നിന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. മനസ്സിലായി മുത്തശ്ശ. പക്ഷെ നമ്മൾ അത് എങ്ങനെയാ ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്. പക്ഷേ ഏത് പ്രശ്നമായാലും അത് സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം എടുക്കുന്ന പ്രശ്നം ഏതാണ്? അതൊന്ന് പറഞ്ഞേ. എനിക്കത് നല്ലോണം അറിയാം മുത്തശ്ശ. ഫോക്കസ് ആൻഡ് ബെലൈങ്. രുദ്ര, അടുത്ത മന്ത്രം ശ്രദ്ധിച്ചു കേൾക്ക്. ഈ മന്ത്രം നീ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും വെള്ളം വളരെ ഫോഴ്സ് ആയിട്ട് നിനക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യത്തെ മന്ത്രം ഫോക്കസ് ആൻഡ് ബിലീഫ്. അടുത്തതായി ഞാൻ സെക്കൻഡ് മന്ത്രവും പഠിക്കാൻ പോവാ. അതിനുശേഷം എനിക്ക് സ്വയം രക്ഷ നേടാൻ പറ്റുമല്ലോ. സിബൈസ്കാ വാട്ടർ ഫൗണ്ടനോ. എന്റെ അമ്മേ, എന്താണ് ഈ ചെയ്യുന്നത്? എന്റെ പൊന്നു മുത്തശ്ശ, എന്നെ എന്തിനാ എങ്ങനെ ഈ വെള്ളത്തിൽ തട്ടി കളിക്കുന്നത്? രംഗീല, ഇപ്പോൾ നിന്റെ ആഗ്രഹം പൂർത്തിയായില്ലേ? രഹസ്യമായി മറഞ്ഞു നിന്ന് മന്ത്രങ്ങൾ കേൾക്കുകയാണല്ലേ? അത് നീ നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യവും കുടുങ്ങിപ്പോ. എന്റെ പൊന്നു മുത്തശ്ശ, എന്നെ ഒന്ന് താഴെ ഇറക്കി വിട പ്ലീസ്. എന്റെ ദൈവമേ, എന്റെ എല്ലുകളെല്ലാം പൊടിഞ്ഞല്ലോ. ഞാനിതാ എത്തിക്കഴിഞ്ഞു. കൊള്ളാം ജയ്സിംഗ്, നിന്റെ കൊട്ടാരം അതിസുന്ദരമായിട്ടുണ്ട്. നീ എവിടെയാണുള്ളത്? നീ ഇവിടെയുണ്ടല്ലേ? എന്നെ നീ ഒരുപാട് അപമാനിച്ചു ജയ്സിംഗ് ചൗഹാൻ. ഇപ്പൊ ഞാൻ നിന്നെ പകരം വിട്ടാൻ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഓ, നീ എഴുന്നേറ്റു ജയ്സിംഗ് ചൗഹാൻ. ഇത് മെജിഷ്യൻ ജ്വാലാമുഖിയുടെ ജയിലാണ്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല, അത് നിനക്ക് തൊടാൻ പോലും സാധിക്കില്ല. ഞാൻ വെറുതെ ഒരൽപ്പം കളിച്ചു നോക്കിയതാണ്. പക്ഷെ അതിന് പോലും നീ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ വെറുതെ കയറി എന്നോട് പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലേ? ഇനി ഒരിക്കലും നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് കുട്ടി കുറുമ്പുകൾ ചെയ്യാൻ പോവുകയാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ അല്ലേ? എന്തു പറ്റി? നാവിറങ്ങിപ്പോയോ? ജ്വാലാമുഖി, ഞാൻ നിന്നെ വെറുതെ വിടില്ല.
ഇബൈസ്ക സഖൂം ലപ്പിയ. ഒന്നും നടക്കില്ല. ഈ തീ നിനക്ക് അണയ്ക്കാൻ പറ്റില്ല. നിന്റെ മാജിക് ഉണ്ടല്ലോ, അതെല്ലാം വളരെ വേസ്റ്റ് ആണ്. ഇപ്പൊ നീ നല്ലോണം റെസ്റ്റ് എടുക്ക. റിലാക്സ്. ഇനി കിടന്നുറങ്ങിക്കോ. മുത്തശ്ശ, മുത്തശ്ശ, ആ മുത്തശ്ശനെ അങ്ങ് വിട്ടേക്ക്. ആ, 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 ആ. ഈ രംഗില എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്? രംഗില, എഴുന്നേൽക്ക്, ഒന്ന് എഴുന്നേൽക്ക്. രുദ്ര, രുദ്ര, മുത്തശ്ശനവൻ കൊണ്ടുപോയി, മുത്തശ്ശനവൻ കൊണ്ടുപോയി കഴിഞ്ഞു. ആ ജ്വാലാമുഖി വന്ന് കൊണ്ടുപോയി. എന്ത്? രുദ്ര, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാ മുത്തശ്ശനെ കണ്ടുപിടിക്കാം? മെജിഷ്യൻ ജ്വാലാമുഖിയെ രംഗീല ആദ്യം കണ്ടത് വോൾക്കാനോയുടെ അടുത്ത് വെച്ചാണ്. മുത്തശ്ശനെ അവിടേക്ക് ഇറക്കി കൂടിക്കൊണ്ടുപോയിട്ടുണ്ടാവാ. അവൻ ഭയങ്കര ശക്തിശാലിയാന്ന് തോന്നുന്നുണ്ടല്ലോ. അവനുമായി നമ്മൾ എങ്ങനെ ഏറ്റുമുട്ടാ? മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പൊ പറ, മുത്തശ്ശന്റെ ഗുരുമന്ത്രം എന്താണ്? ഫോക്കസ് ആൻഡ് ബിലീവ്. ദാ വോൾക്കാനോ അവിടെയുണ്ട്. രുദ്ര, മുത്തശ്ശൻ അവിടെയുണ്ട്. ആ മെജിഷ്യൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ശ്രദ്ധിച്ചു കേൾക്ക്. ഓക്കേ? മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശ എഴുന്നേൽക്ക്. ഞങ്ങൾ എത്തി. എഴുന്നേൽക്ക്. വൗ! അപ്പൊ നിങ്ങൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു അല്ലേ? മുത്തശ്ശനെ വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്നതാണല്ലേ? അപകടം പിടിച്ച ജ്വാലാമുഖിയെ നിങ്ങൾ സ്വയം തേടി കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ? ഞാൻ വീണ്ടും എന്റെ കളി തുടങ്ങാൻ പോവുകയാണ്. മുത്തശ്ശ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഷെടാ, അദ്ദേഹം എങ്ങനെ കേൾക്കാനാ? അദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങുകയല്ലേ? എങ്ങോട്ടാടാ കൊച്ചന്മാരെ ഈ ഓടുന്നത്? മുത്തശ്ശനെ രക്ഷിക്കാനല്ലേ വന്നത്? ചെല്ല് ചെല്ല്, ഓടിച്ചെല്ല്. Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! ഇപ്പൊ എന്ത് ചെയ്യും? മന്ത്രങ്ങളൊന്നും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ. മരയ്ക്കും വരുന്നും ഒരുപാട് സമയം ആ മെജിഷ്യനെ കളിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഓടിക്കോ ഓടിക്കോ, ഇത് നന്നായിട്ടുണ്ട്. എന്നോടാണല്ലേ കളി? ഇപ്പൊ മനസ്സിലായോ? പിന്നെ ആ പയ്യന്റെ പേരെന്തായിരുന്നു? അത് അവന്റെ പേര് രുദ്ര. അവനെവിടെ പോയി? പറ്റിച്ചു അല്ലേ? എന്ന് വെച്ചാൽ
ഞാൻ ഇവരുടെ പുറകെ ചുറ്റി തിരിയുമ്പോൾ അവൻ മുത്തശ്ശനെ പൊക്കി രക്ഷപ്പെട്ട് കാണും. ആ, മനസ്സിലായി. അവൻ എവിടെയാടാ? രുദ്ര, നീ നിന്റെ മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലേ? നീ വളരെ ധൈര്യശാലിയാണല്ലോ. എനിക്ക് നിന്നെ പോലെ ധീരന്മാരെ വളരെ ഇഷ്ടമാണ്. നിന്നെ പോലുള്ളവരുടെ കളിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ പിന്നെ നമുക്ക് കളി തുടങ്ങിയാലോ? കളി തുടങ്ങാമല്ലേ? ഞാൻ റെഡി. Zibaiska, water fountain! ഈ വെള്ളത്തിനെ ഒരുപാട് നേരം തടഞ്ഞു നിർത്താൻ പറ്റില്ല രുദ്ര. Zibaiska, water fountain! Zibaiska, Friezo! നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഇത്തരത്തിലൊരു കളി കളിക്കും? എന്നാ പിടിച്ചോ. ഇന്നെന്റെ ശക്തികളെല്ലാം എന്നെ വിട്ടു പോയത് പോലെയുണ്ടല്ലോ. എന്റെ മാജിക്കൽ പവേഴ്സ് എന്താണ് വർക്കൗട്ട് ആവാത്തത്? മജിഷ്യൻ ജ്വാലാമുഖി, നിങ്ങളുടെ അകത്ത് അത്രയും വെള്ളം കേറിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള തീ അണഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരിക്കലും മാജിക് ചെയ്യാൻ കഴിയില്ല. എന്ത്? മജീഷ്യൻ ജ്വാലാമുഖി, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നെന്നറിയോ? രുദ്രയുമായി ഏറ്റുമുട്ടി നീ തോറ്റ് പിന്മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് പൊയ്ക്കോളൂ. ഇനി ഒരിക്കലും നീ സൺസിറ്റിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കരുത്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൺസിറ്റിയെ നോക്കാൻ ഇവിടെ രുദ്രയുണ്ട്. അവൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും സൺസിറ്റിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രുദ്ര, വളരെ നന്നായി എന്റെ മോനെ. Watch India's largest kids library only on Jio Hotstar. Download the app now.